മറ്റ് പല വിദേശ രാജ്യങ്ങളിൽ വിൽക്കുന്ന നമ്മുടെ ഇന്ത്യൻ കാറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായി പറയുവാണ് മഹേന്ദ്ര റോക്സർ എന്ന് പറയുന്നത്. മഹേന്ദ്ര US മാർക്കറ്റിൽ ഒരു വലിയൊരു പിടിച്ചു നിൽപ്പിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ കാണുന്ന SUV എന്ന് പറയുന്നത്. നമ്മുടെ താറിനെ ഇൻസ്പയർ ചെയ്താണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റോക്സർ മറ്റ് പല ഓവർസീസിലൊക്കെ വളരെയധികം ഫേമസ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയുവാണ് ടാറ്റയുടെ ഹാരിയർ. നിരവധി ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഹാരിയർ അവൈലബിൾ ആണ്, പക്ഷേ നേപ്പാൾക്കാർക്ക് ഈ ഒരു വാഹനം വളരെയധികം ഇഷ്ടമാണ്. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് സുസുക്കി ബ്രസയും അതുപോലെ തന്നെ ബെലേനും ഒക്കെ സൗത്ത് ആഫ്രിക്കൻ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിക്കാണ് വിൽപ്പനയെല്ലാം നേടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ബിഗ് ഡാഡീസ് ഓഫ് SUV ആയ സ്കോർപിയോനെ പറ്റിയാണ്. നമ്മുടെ ഇന്ത്യയിൽ വളരെയധികം ഫേമസും അതുപോലെ തന്നെ വാല്യൂ ഫോർ മണി ഹൈ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ കാണുന്ന ഐറ്റം എന്ന് പറയുന്നത്. ഇവനെ ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ മാർക്കറ്റിലും കൈ നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തിനേറെ പറയാനിരിക്കുന്നു, സ്കോർപിയോയുടെ ഗെറ്റവേ എന്ന് പറയുന്ന വാഹനം സൗത്ത് ആഫ്രിക്കയിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്. ഇനി നെക്സ്റ്റ് വണ്ണാണ് ജിംനി. ലെജൻഡറി ഓഫ് റോഡ് ആയിട്ടുള്ള ഈ ഒരു SUV നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ട് അധികം കാലങ്ങളായിട്ടില്ല. പക്ഷേങ്കിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ച് പല വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്ന ഒരു മോഡൽ തന്നെയാണ് ഈ കാണുന്ന ഐറ്റം എന്ന് പറയുന്നത്. ജിംനിക്ക് വളരെയധികം ഹ്യൂജ് ഫാൻ ഫോളോവേഴ്സ് ആണ്, അതും ഓഫ് റോഡ് കമ്മ്യൂണിറ്റി തന്നെ. ഇത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ഓസ്ട്രേലിയ, ജപ്പാൻ, മിഡിൽ ഈസ്റ്റ്, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിലാണ്. പക്ഷേങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് മിക്ക വാഹനങ്ങളും കയറ്റുമതി ചെയ്യുന്നത്.